welcome to Phoenix Art World. വാട്ടർ കളേഴ്സിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില ടെക്നിക്സ് ആണ്, വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറി കളേഴ്സാണ്, അതായത് ലെമൺ യെല്ലോ, റഷ്യൻ ബ്ലൂ ആൻഡ് ക്രിംസൺ റെഡ്. ഈ 3 കളേഴ്സും യൂസ് ചെയ്തിട്ട് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഒരു 3 സൈസിലുള്ള ബ്രഷസ് എടുക്കുന്നുണ്ട്, 3 കളർ മിക്സ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ കുറച്ച് ലൈറ്റ് കളറാണ്, ബ്ലൂ ആകുമ്പോൾ കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ 3ന് ഞാൻ തൽക്കാലത്തേക്ക് 3 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ഈ എടുത്തിരിക്കുന്ന പെയിൻറ്റും വാട്ടറും കംപ്ലീറ്റ് മിക്സ് ചെയ്യാറില്ല. പകരം ഞാൻ ചെറിയ ചെറിയ പോർഷനായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ മിക്സ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ് മിക്സ് ചെയ്യണം. നല്ലോണം ബ്രഷും വാട്ടറും പെയിൻറ്റും കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പെയിൻറ്റിൻ്റെ ചില അംശങ്ങൾ ബ്രഷിൽ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ പേപ്പറിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. പിന്നെ നല്ല ബ്രഷ് എന്നൊക്കെ പറയുമ്പോൾ ഈ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വൈറ്റ് കളർ ബ്രഷിൽ കണ്ടല്ലോ, അതിൽ വീണ്ടും നമുക്ക് ഈ ഡിഷിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഉരക്കുമ്പോൾ നല്ലോണം വെള്ളം ചാടുന്നുണ്ട്, അതായത് ഈ ബ്രഷ് നല്ലോണം വാട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി തുടങ്ങുമ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ നല്ല ടെക്സ്ചർ ഉള്ളതാണ്. അത് 2 സൈഡിലും ടെക്സ്ചർ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ടെക്സ്ചറുള്ള സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കിൽ ഈ വെറ്റായിട്ടിരിക്കുന്ന പെയിൻറ്റ് എടുത്ത് ഡ്രൈ ആയ സർഫസിലേക്കാണ് പെയിൻറ്റ് ചെയ്യുന്നത്. സോ പ്രൈമറി കളറായിട്ട് ഫസ്റ്റ് ഞാൻ യെല്ലോ ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതൊരു സ്ക്വയർ ആക്കി പെയിൻറ്റ് ചെയ്ത് ഇതിന് ശേഷം ഇതിൻ്റെ ഒപ്പം മറ്റൊരു കളർ കൂടി ആഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കുക. അതായത് ഇപ്പോൾ വെറ്റായിട്ടുള്ള ഒരു സാധനവും ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനത്തിൽ അത് 2 കളർ എങ്ങനെ മിക്സ് ചെയ്യും എന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് 2 കളറും ഞാൻ 2 സൈഡിലും വെച്ചു. അതിനുശേഷം ഈ ബ്രഷിൽ ഉള്ള പെയിൻറ്റ് ഒന്ന് കളയാൻ വേണ്ടി ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ പഴയ ക്ലോത്തിലോ ഒന്ന് ബ്രഷ് ഡിപ്പ് ചെയ്തില്ല, ഒന്ന് ജസ്റ്റ് നെക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് എല്ലാം ആ ടിഷ്യൂ വലിച്ചെടുത്തോളും. അതിനുശേഷം ഒന്നുകൂടി ഇതിൻ്റെ ആ ജോയിനിങ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്നുകൂടി ഇങ്ങനെ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായി വരും. അപ്പോൾ നമുക്ക് കാണാം ഈ റെഡും യെല്ലോയും അതിൻ്റെ നടുക്ക് ഓറഞ്ച് പോലത്തെ ഷെയ്ഡും ആ ഒരു ട്രാൻസിഷനും കാണാൻ പറ്റും. സോ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത കളേഴ്സ് എല്ലാം മിക്സ് ചെയ്യുന്നത്. അതായത് പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് സെക്കൻഡറി കളേഴ്സ് വരുന്ന ഒരു ടെക്നിക്കാണ് ഇതിൽ വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കിൽ കാണിക്കുന്നത്. സോ ഇപ്പോൾ റഷ്യൻ ബ്ലൂ ആൻഡ് ക്രിംസൺ യൂസ് ചെയ്യുമ്പോൾ നടുക്ക് നമുക്ക് വയലറ്റ് കളർ ഷെയ്ഡ് കാണാൻ പറ്റും. ഓരോ കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ബ്രഷ് നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ അടുത്ത പെയിൻറ്റ് ഇപ്പോൾ ലൈറ്റ് കളറാണെങ്കിൽ ആ കളറിലേക്ക് നേരത്തെ ചെയ്തതിൻ്റെ ഒരു കളറിൻ്റെ ആ ഒരു അംശം വരും. സോ അതില്ലാതിരിക്കാൻ വേണ്ടി ബ്രഷ് നല്ലോണം ക്ലീൻ ചെയ്യുക. അടുത്തത് റഷ്യൻ ബ്ലൂ ആൻഡ് ലെമൺ യെല്ലോ യൂസ് ചെയ്തുകൊണ്ട് ഗ്രീൻ കളറാണ് നടുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോയിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റില്ല. പക്ഷേ പകരം മറ്റൊരു ടെക്നിക്ക് ഉണ്ട്, വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക്. അതായത് ഫസ്റ്റ് ഒരു ലെയർ വെറ്റ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ വെറ്റായിട്ടുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ റഷ്യൻ ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ തന്നെ ഒരു ഡോട്ട് ഇടുമ്പോൾ നമുക്ക് കാണാം നല്ല ഈസി ആയിട്ട് താഴത്തേക്ക് സ്പ്രെഡായി പോകുന്നുണ്ട്. സോ ഈ ആ ഒരു ഈസിനെസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഈ ബ്ലൂയിൽ നിന്നും ഗ്രീനിലേക്കും ഗ്രീനിൽ നിന്നും യെല്ലോയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഈ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് ഞാൻ മിക്കപ്പോഴും ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സെയിം വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഒക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. സോ അതിനൊക്കെ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം. അതായത് ഈ പെയിൻറ്റ് വെച്ച് 2-3 ഇതേപോലെ റാൻഡം ലൈൻസ് ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോ അതിനായി ഞാൻ ഒരു ഓൾഡ് ക്ലോത്ത് എടുത്തിട്ട് ഈ ബ്രഷിലുള്ള പെയിൻറ്റ് ഫുള്ള് വലിച്ചെടുത്തു. അതിനുശേഷം ആ വലിച്ചെടുത്ത പെയിൻറ്റ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രഷിനകത്ത് അധികം വാട്ടർ കണ്ടൻറ്റ് ഉള്ളൂ. സോ അതുകൊണ്ട് ഇതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ വാട്ടർ എല്ലാം പെയിൻറ്റ് ചെയ്യാറ്. അങ്ങനെ ആ ഒരു സ്മൂത്തായിട്ട് ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്രഷിലുള്ള പെയിൻറ്റ് കളഞ്ഞിട്ടെന്നല്ല, ഒരു തുണിയിൽ ഒരു ഒപ്പിയെടുത്തിട്ട് അതിനുശേഷം വീണ്ടും ആ എഡ്ജസ് എല്ലാം ഒന്ന് സ്മൂത്തായി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും ഒക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് ഈ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ ആയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്, അതിൽ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പെയിൻറ്റ് എല്ലാം ടിഷ്യൂ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കറക്ഷൻ ചെയ്യാൻ പറ്റും.
സോ അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് എല്ലാം കൂടുതലും ഉപയോഗിക്കുക ഹാൻഡ് മെയ്ഡ് പേപ്പർ തന്നെയായിരിക്കും. വേറെ പേപ്പറിൽ ഈ മെത്തേഡ് അധികം വർക്ക് ആവണമെന്നില്ല, ടിഷ്യൂ യൂസ് ചെയ്തുകൊണ്ടുള്ള. ഇതിന് ശേഷം അടുത്തത് നമുക്ക് ഈ ബ്രഷിൽ അധികം പെയിൻറ്റ് മിക്സ് ചെയ്യാതെ ഇരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കാം. അധികം മിക്സ് ചെയ്തില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പെയിൻറ്റിൻ്റെ അംശം ബ്രഷിലിരിക്കുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പെയിൻറ്റ് തന്നെ നമ്മുടെ പേപ്പറിലേക്ക് വരും. സോ അത് വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഈ പെയിൻറ്റും ബ്രഷും വാട്ടറും എല്ലാം നല്ലോണം മിക്സ് ചെയ്യുന്നത് വാട്ടർ കളറിൽ. ഇതിന് ശേഷം അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ഈ ബോക്സിൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പാണ്. സോ അത് മാറ്റാൻ വേണ്ടി ടിഷ്യൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒപ്പി കൊടുക്കുമ്പോൾ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഹാർഡ് എഡ്ജ് മാറി നല്ല സോഫ്റ്റ് എഡ്ജ് ആവും. ഇതല്ലാതെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ പോർഷൻ പെയിൻറ്റ് ചെയ്തു, അതിനുശേഷം ഈ ബ്രഷിലുള്ള പെയിൻറ്റ് നമ്മൾ ഒരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂയിലോ എടുത്ത് വലിച്ചതിന് ശേഷം ഒന്നുകൂടി ആ എഡ്ജ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, വെറുതെ പെയിൻറ്റ് ഇല്ലാതെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എഡ്ജ് തന്നെ കിട്ടും. വാട്ടർ കളർ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു മെത്തേഡാണ് മാസ്കിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുക. ഒരു ടെക്നിക്കാണ്. ഈ മാസ്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു റബ്ബറി ബേസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സോ ഇത് നമ്മൾ ഒരു പാത്രത്തിലാണ് ഞാൻ എടുക്കാറ്. കാരണം ഇതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല, എപ്പോഴും ഡ്രൈ ആവും. അതുമാത്രമല്ല, ഒരു പഴയ ബ്രഷാണ് എടുക്കുന്നത്, പുതിയ ബ്രഷൊന്നും എടുക്കില്ല. അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ എനിക്ക് വേണ്ട പോർഷനിൽ ഞാൻ ചെയ്ത് കൊടുക്കും. വെറുതെ ഇങ്ങനെ മാസ്കിംഗ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിന് മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പെയിൻറ്റ് കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ മാസ്കിംഗ് ഫ്ലൂയിഡ് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ മാസ്കിംഗ് ഫ്ലൂയിഡ് ഇരുന്ന പോർഷൻ മാത്രം വൈറ്റ് ആയി വരും. സോ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ ചില സ്ഥലത്തെല്ലാം നമുക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. അടുത്തത് ഡ്രൈ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ കളർ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. സോ അതിനായി ഞാൻ ഒരു പുല്ല് അല്ലെങ്കിൽ ഗ്രാസ് വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ഡയറക്റ്റ് ഗ്രീൻ മിക്സ് ചെയ്യുന്നില്ല, പക്ഷേ ബ്ലൂയിലും ഈ യെല്ലോയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ്, ഈ ഡ്രൈ ബ്രഷ് തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വരക്കാൻ പോകുന്നത്. സോ ഡയറക്റ്റ് പേപ്പറിലേക്ക് ഓരോ സ്ട്രോക്സ് വരച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ വാട്ടർ കണ്ടക്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു എഫക്റ്റ്. വാട്ടർ കളറിൽ ഇത് കൂടാതെ നമുക്ക് പല പല ടെക്സ്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്സ്ചറാണ് ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് ഫിലിം യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത്. ഒരു ബ്ലൂ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുകളിൽ ഈ ഫിലിം വെറുതെ ഇങ്ങനെ ഒന്ന് ചുളുക്കി വെക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം എടുക്കാൻ നേരത്ത് ആ ചുളുക്കിൻ്റെ പാടെല്ലാം ഈ പെയിൻറ്റിങ്ങിൽ വരും. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും. ഇതുപോലെ മറ്റൊരു ടെക്സ്ചർ ഉണ്ടാക്കുന്നതാണ് ഉപ്പ് ഉപയോഗിച്ച്. ഈ വാട്ടർ കളർ ഇങ്ങനെ പേപ്പറിൽ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പ് വിതറിയിടും. അപ്പോൾ ആ ഉപ്പ് പെയിൻറ്റ് വലിച്ചെടുത്തുകൊണ്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അധികം ടെക്സ്ചർ കാണുന്നില്ല. പക്ഷേ ഇതിന് ശേഷം ഞാൻ റെഡ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, ക്രിംസൺ റെഡ് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നല്ല ടെക്സ്ചർ കാണാൻ പറ്റും ഈ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. ഇതുപോലെ തന്നെ ടെക്സ്ചർ മറ്റൊരു സാധനം കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അതായത് ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്ചർ ഉണ്ടാക്കാൻ പറ്റും. സോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള ഒരു സാധനമുണ്ട്, അതായത് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. സോ അതിൽ എന്തായാലും 70% എബോവ് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ഭംഗിയുള്ള ടെക്സ്ചർ തന്നെ ഈ വാട്ടർ കളറിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇതെല്ലാം നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സോ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ സാനിറ്റൈസർ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഫിലിം അപ്ലൈ ചെയ്ത് ഫിലിം എടുത്ത് മാറ്റിയപ്പോഴും നല്ല ടെക്സ്ചർ തന്നെ ഉണ്ടാകുന്നുണ്ട്. സോ ഇതുപോലെ മറ്റൊരു സാധനമാണ് നമ്മൾ വലിയ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ലൈൻ വരക്കാൻ പറ്റുക എന്നുള്ളത്. അതായത് ഇതിപ്പോൾ നമ്പർ 24 റൗണ്ട് ബ്രഷാണ്. അതുപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല നേരിയ ലൈൻ വരക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല തിക്നെസ് ഉള്ള ലൈനും വരക്കാൻ പറ്റും. അത് നമ്മൾ ബ്രഷ് എങ്ങനെ പിടിക്കുന്നു, അതിൻ്റെ പോയിന്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രഷിൻ്റെ എല്ലാ ഈ ഹെയർസും യൂസ് ചെയ്തുകൊണ്ടാണോ വരക്കുന്നത്, സോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ ഓൾ വിത്ത് ന്യൂ വീഡിയോ.